നമ്മളെല്ലാവരും ജീവിതത്തിൽ തോൽക്കാറുണ്ട്. പക്ഷെ ആ തോൽവികളിൽ നമ്മൾ മനന്നൊന്നിരുന്നു കഴിഞ്ഞാൽ എന്തുപകാരമാണ് നമുക്ക് ഉണ്ടാവുന്നത്? നമ്മൾ ആദ്യം ചിന്തിക്കാം. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നത്, തോൽവികൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും തോൽവികളുണ്ട്. നമുക്ക് ആ തോൽവികളെ ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം മടിയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യമാണ് ആ തോൽവികളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. തെറ്റ് പറ്റിയും സമ്മതിക്കുക, ആ തെറ്റ് തിരുത്താൻ വേണ്ടി പഠിക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യാം. ശേഷം നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് തോൽവി വരുമ്പോൾ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ. അതായത് നമ്മൾ ലെജൻസ് ഒരുപാട് പേരുണ്ട്. എല്ലാവരും തോട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ തോൽവിൽ നിന്ന് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ലെജൻസ് ആവില്ലായിരുന്നു. അത് നമ്മൾ ഓർക്കുക. നമുക്കും ഇത്തരമുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തോൽവിയിൽ നിന്ന് പഠിക്കണം. എന്തുകൊണ്ടാണ് തോൽവി വന്നു, ഇത് എങ്ങനെ വരാതിരിക്കാം, അത് നമ്മൾ ലേൺ ചെയ്യാൻ കാര്യത്തിലുണ്ട്. ഇത് ലേൺ ചെയ്തില്ലെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ആ ഒരു തെറ്റ് ആവർത്തിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമ്മൾ എക്സാമിന് തോറ്റ് കഴിഞ്ഞാൽ അടുത്ത എക്സാം ബെറ്റർ ആകാൻ നോക്കാം. അപ്പോൾ ഒരു മാച്ച് തോറ്റ് കഴിഞ്ഞാൽ ഒരു ടീം പ്രിപ്പയർ ചെയ്യുന്നത് നെക്സ്റ്റ് മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എല്ലാവരും തോറ്റുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ലേൺ ചെയ്തിട്ട് നമ്മൾ മുന്നേറാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ തോൽവി എന്തുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ എനിക്ക് തോൽവി ഒന്നും ഞാൻ അംഗീകരിക്കാത്തതിന്റെ കാരണം പറഞ്ഞാല് ഞാൻ എന്തോ ഒരു സംഭവം എന്റെ മനസ്സിലുണ്ട്, ആ സംഭവം ഇറക്കി വിൽക്കാം. അതായത് നമ്മളും മനസ്സിലാണ് തെറ്റുപറ്റു എന്നുള്ള വിചാരം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ കാര്യത്തെ ഭയക്കില്ല, ആ കാര്യം ആക്സെപ്റ്റ് ചെയ്യാനും മടിക്കില്ല. എന്തോ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്ര സംഭവം നമ്മൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുക, തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക, അടുത്ത ബെറ്റർ വേർഷൻ ആയിട്ട് മാറാൻ ശ്രമിക്കുക. ഓക്കെ, എക്സ്ക്യൂസ് പറഞ്ഞിട്ടും തോൽവി എന്റെ കാലം കൊണ്ട് അല്ലാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ജീവിതം നിങ്ങൾക്ക് വലിയൊരു പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് അത്തരം പരാജയങ്ങൾ വരാണ്ടിരിക്കാനായിട്ട് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവൻ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് ഈ വീഡിയോ ഒരിക്കലും ഉപകാരപ്പെടുന്നില്ല. സ്കിപ്പ് ചെയ്ത് പോയവർക്ക് ഈ വീഡിയോവിനെ കാണാൻ പറ്റിയൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, സോ അത്തരം കാര്യങ്ങൾ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഒരിക്കലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ള കാര്യം. നമ്മളെല്ലാ വീഡിയോ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരിലേക്ക് എത്തണം നിങ്ങൾ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇവിടെ കാണുന്നുണ്ടാവുന്നില്ല. സോ താങ്ക് യു.